ഇപ്പോൾ കേരളത്തെ വിമർശിച്ചാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മന്ത്രി നിതീഷ് റാണ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേരളം ഒരു മിനി പാകിസ്ഥാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും ഇതിന്റെ ഭാഗമായി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വിവിധ കോണുകളിൽ നിന്നും വലിയ പ്രതിഷേധങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില വസ്തുതകളാണ് നിരക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കേരളം എന്ന ഒരു വികാരമുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ ഇത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നേരത്തെ ഇപ്പോഴത്തെ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലൊരു ആക്ഷേപം കേരളത്തെ പറ്റി പറഞ്ഞതാണ്. അതിനകത്ത് അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടും രണ്ടാമത് ഈ പറയുന്ന ചില നേതാക്കന്മാർക്ക് ചില റിപ്പോർട്ടുകൾ അവർക്ക് ഗവൺമെന്റ് തലത്തിൽ കിട്ടുന്നതും ഒക്കെ കൊണ്ടാണ് സാധിക്കുന്നത്. പക്ഷെ അത് ഈ രീതിയിലുള്ള ഒരു ആക്ഷേപം മറ്റ് സംസ്ഥാനത്തിലെ നേതാക്കന്മാർ പറയുമ്പോൾ ആ ആക്ഷേപത്തിനനുസരിച്ച് രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ താല്പര്യമാകണം, അല്ലെങ്കിൽ അവരതിനു വേണ്ടി തയ്യാറാകണം. ഇപ്പം അതിനകത്ത് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഒരു ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഇന്ന് പത്രത്തിൽ വി.ഡി. സതീശൻ അതിനെപ്പറ്റി വിമർശിച്ചതിന് കാരണക്കാരൻ CPM ആണ്, അല്ലെങ്കിൽ CPM നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, KPC പ്രസിഡന്റ് അങ്ങനെ പറയുന്നു. അപ്പം ഇവർക്ക് ഇതിനകത്ത് ഈ മുസ്ലിം തീവ്രവാദം ഇവിടെ വളരുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുസ്ലിം തീവ്രവാദത്തെ എതിർക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ രണ്ട് തീവ്രവാദത്തെ എതിർക്കുന്നു, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നു എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് ഇന്ന നിലപാടുകൾ, രാജ്യവിരുദ്ധ നിലപാടുകൾ, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ആരായാലും തീവ്ര നിലപാടുകളും രാജ്യത്തിന് വിരുദ്ധമായ നിലപാടുകളും ശരിയല്ലെന്ന് വളരെ കൃത്യതയോടുകൂടി പറയുന്നതിന് ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് മറ്റ് ആൾക്കാർക്ക് ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ കേരളത്തിൽ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും അഭിപ്രായം പറയുമ്പോൾ പല ചെയ്തികളും ഇവിടെ വരുമ്പോൾ ആ ചെയ്തികൾ ശരിയല്ല എന്ന് തുറന്നു പറയുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്നില്ല. അത് ചില പ്രത്യേക മത വിഭാഗത്തിൻ്റെതാകുമ്പോൾ ശരിക്കും നിശബ്ദ പാലിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന റാണയായാലും അല്ലെങ്കിൽ UP മുഖ്യമന്ത്രി ഈ യോഗി ആദിത്യനാഥ് ആയാലും ആരായാലും സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ ശരി തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറാണോ? ഇപ്പം റാണയോട് മറുപടി പറയുന്നതിന് പകരം KPCC പ്രസിഡന്റും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും ഒരുപക്ഷെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഇവിടുത്തെ CPM-ന്റെ വെക്കിട്ടാ കയറുന്നേ, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിനുള്ള കാരണം അതിന് സമാനമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും വിജയരാഘവന്റെ ഭാഗത്ത് നിന്നും പിന്നീട് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഉൾപ്പെടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്നും ഇപ്പോൾ എന്താണോ ഈ റാണ പറഞ്ഞത്, നിതീഷ് റാണ പറഞ്ഞത്, അതിന് സമാനമായ ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സമാനമായ ആരോപണമാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് മറുപടി പറയണം കോൺഗ്രസ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾ മേടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നാളെ കാലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ PF SDP-ക്കാരന്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറയുന്നതിന് എന്താ തയ്യാറാവാത്തത്? KPC പ്രസിഡന്റ് എന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രതിപക്ഷ നേതാവിനത് പറയാനുള്ള തന്റെ ഇടമുണ്ടോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്, ദേശീയ നേതാവായിട്ടുള്ള KC വേണുഗോപാൽ പറയുന്നുണ്ടല്ലോ. KC വേണുഗോപാലിനെ പറ്റിയുള്ള ആക്ഷേപം നമ്മൾ കണ്ടത് 2024 തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ വളരെ രഹസ്യമായിട്ട് PFIയുടെ നിരോധനം മാറ്റിക്കൊടുക്കാന്ന് പറഞ്ഞു. PFIയുടെ നിരോധനത്തിന് അദ്ദേഹം മാറ്റിക്കൊടുക്കാൻ നിൽക്കുന്നേ. അദ്ദേഹം രാജ്യസ്നേഹിയാണെങ്കിൽ PFI എന്ന് പറയുന്ന ഒരു രാജ്യവിരുദ്ധ സംഘടനയെ നിരോധിച്ചതിന് കാരണങ്ങൾ നിരത്തി അത് കോടതിക്ക് ബോധ്യപ്പെടുകയും കൊണ്ടുകൊണ്ടാണല്ലോ നിരോധിച്ചത്. ഭീകരവാദം ഇന്ത്യയിൽ അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നതിന്, ഇന്ത്യയെ അതുപയോഗിച്ച് തകർക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന PFIക്കാരനെ വീണ്ടും തിരിച്ച് പുനഃസ്ഥാപിക്കാമെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാ KC വേണുഗോപാൽ. അല്ലെങ്കിൽ PFIക്കാരനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാമെന്ന് നമ്മൾ പറയുന്ന വാർത്ത കെടുക്കൽ സുരേഷൻ നമ്മൾ കേട്ടതാണ്. അല്ലെ PFIക്കാരന്റെ വോട്ട് വേണ്ടാന്ന് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടാന്ന് ഇവരുടെ ദേശീയ നേതാക്കൾ പറഞ്ഞു. അവർ മത്സരിക്കുന്ന ആരുടെ ഭാഗമായിട്ടാ? അവർ മത്സരിക്കുമ്പോൾ അവരുടെ ഭാഗമായിട്ടാ ഞങ്ങൾ നിൽക്കുന്നതെന്ന് ഉറക്കെ അവിടെ കീഴിൽ നിന്ന് പറയുന്നതിന് വേണ്ടി SDP-ക്കാരൻ തയ്യാറാവുന്നില്ലേ? അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി തയ്യാറാവുന്നേ? അതുകൊണ്ടല്ലേ ഈ പറയുന്ന അവരുടെ വോട്ട് പലവട്ടം
രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരും അവരുടെ വോട്ട് പലവട്ടം ശ്രമിച്ചു, അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് പലവട്ടം നിർത്താൻ നോക്കി, അവരുടെ വോട്ട് കിട്ടാത്തതുകൊണ്ട് അവരെ മാറ്റി നിർത്തി അവർക്കെതിരെ സംസാരിക്കുന്നു. പക്ഷേ ഇത് ഈ പറയുന്ന മറ്റ് UP മുഖ്യമന്ത്രി പറയുമ്പോഴും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ മന്ത്രി പറയുമ്പോഴും ഇത് അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അവരൊക്കെ ഇത് ഞങ്ങളെ അങ്ങനെ പറയേണ്ട, കേരളം മതേതര ജനാധിപത്യ സംവിധാനത്തിൽ കൂടി പോകുന്നതാണെന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ഈ തീവ്ര നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമിയും SDPIക്കാരനും ഞങ്ങൾ കോൺഗ്രസിന്റെ ഭാഗമാണ്, ഞങ്ങൾ കൊടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടൻ ജയിക്കുന്നത്, ഞങ്ങൾ കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ജയിക്കുന്നത്, ഞങ്ങൾ കൊടുത്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നത് എന്ന് പറഞ്ഞ് ജയിച്ചു കഴിയുമ്പോൾ പ്രകടനം നടത്തുന്നതിന് അത് നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ തയ്യാറാവാത്തത്. അതോടൊപ്പം തന്നെ വിജയരാഘവൻ എന്ന് വയനാട് പോയപ്പോൾ പറഞ്ഞ് ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ വർഗീയമായി വേർതിരിവ് ഉണ്ടാക്കിയാണ്, വർഗീയത ഇളക്കി വിട്ടാണ് വിജയിപ്പിച്ചതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അത് 2 ആഴ്ച മുമ്പായിരുന്നു. അതിന് സമാനമായ ആരോപണം തന്നെയായിരുന്നു ഈ നിതീഷ് റാണയും പറയുന്നത്. അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും ഈ വർഗീയത മിനി പാകിസ്ഥാനായ കേരളത്തിൽ നിന്നാണ് വിജയിച്ചത്. അതോടൊപ്പം തന്നെ ഭീകരവാദികളുടെ പിന്തുണയോട് മാത്രമാണ് ഇവരെല്ലാം MP മാരാകുന്നതെന്നും പറയുന്നുണ്ട്. കേരളത്തിൽ ഹൈന്ദവർ 12,000 ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താനുള്ള ശ്രമം നടന്നിരുന്നു. അത് തടഞ്ഞ ഒരു വ്യക്തി എനിക്ക് പരിചയമുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവന വന്നിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ മതപരിവർത്തനം നടക്കുന്നുണ്ടോ? കേരളത്തിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കാലമായിട്ട് വളരെ കൂടുതലായിട്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇതൊക്കെ ഉറ്റുനോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പഴയ പോലെ വിശാലമായിട്ട് നടക്കുന്നില്ല. അതിനുള്ള സംസാരങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ പഴയതുപോലെ തന്നെ കേരളത്തിൽ ഉടനീളം നടക്കുന്നുണ്ട്. നിർബന്ധിത മതപരിവർത്തനവും അല്ലെങ്കിൽ ലവ് ജിഹാദ് പോലുള്ള സംഭവം എല്ലാം വാർത്തകൾ ഇടം പിടിക്കുന്നത് കൊണ്ട് അതിനുള്ള ഒരു പഴയതുപോലെയുള്ള ഈസി ആയിട്ടോ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ നടത്തുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല. മാത്രവുമല്ല ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിരുന്ന PFI പോലെയുള്ള സംവിധാനങ്ങളെ ഒരു പരിധിവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ ഇന്ത്യയിലെ സംവിധാനങ്ങൾ കണ്ടെത്തി അകത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതിനുവേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും പഴയ രീതിയിലേക്ക് ആ ഒരവസ്ഥയിൽ എത്തിക്കുന്നതിന് വേണ്ടി അവരെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ഇതിനെ ആക്കം കൂട്ടുന്ന രീതിയിലും അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടുന്ന ബലം നൽകുന്ന രീതിയിലും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു. ഈ റാണ പറയുന്നതിനകത്ത് എന്താണ് തെറ്റ്? നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന 543 സീറ്റ് ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട്, ലോക്സഭാ സീറ്റുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. അതിനകത്ത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന് പറയുന്ന പോലെ ഇന്ത്യയിലെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ ഈ വേറുള്ള പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഈ 543 സീറ്റിനകത്ത് മത്സരിക്കാൻ കിട്ടുന്ന വയനാടേ ഉള്ളൂ ശ്രീത്തെ. മാത്രമല്ല വയനാട്ടിൽ വന്നു നിൽക്കുന്ന മത്സരിക്കുന്ന മലയാളികളോട് സംവദിക്കാൻ സാധിക്കുന്ന ഒരു MP ആണോ അവിടുന്ന് പോകുന്നത്? അവർക്ക് ഹിന്ദി മാത്രമല്ലേ അറിയൂ, ഇംഗ്ലീഷ് മാത്രമല്ലേ അറിയത്ത്. അല്ലെങ്കിൽ വളരെ നിരക്ഷരായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിരക്ഷരരുള്ള അല്ലെങ്കിൽ ഏറ്റവും പാവത്യങ്ങളും അതുപോലുള്ള സാധുക്കളായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണല്ലോ വയനാട്. അവരുടെ വോട്ട് മേടിക്കുന്ന MP അടുത്തൊക്കെ സംവദിക്കാൻ പോലും കാണിക്കില്ല. അപ്പം നമ്മളീ പറയുന്നത് അവർക്ക് വിശ്വാസമുള്ളത് 4.5 ലക്ഷം ഈ ഒരു പ്രത്യേക സമുദായത്തിന്റെ വോട്ട് അല്ലെങ്കിൽ അവരെ വോട്ടിനെ മാത്രമാണ്. അത് കേരളത്തിൽ വരേണ്ടി വരുന്നു. കേരളത്തിന്റെ ഇതിൽ നമ്മൾ കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ CPM ഇതേ ട്രാക്കിലായിരുന്നു. പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി ഇനി ആ ട്രാക്ക് കൊണ്ട് മുന്നോട്ട് പോയാൽ BJP വളരുമെന്ന്. തങ്ങളുടെ അടിസ്ഥാന വോട്ട് നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അവർ ഇപ്പോൾ മാറി ഇത്തരത്തിൽ. എന്നാൽ ഇപ്പോൾ പറയും പോലെ കോൺഗ്രസ് പറയും പോലെ ഇത് വിജയരാഘവൻ പറഞ്ഞതാണ് ദേശീയ തലത്തിൽ ഏറ്റെടുത്തതെന്ന്. പക്ഷെ വിജയരാഘവനൊന്നും മുൻപ് ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അത് അപ്പോൾ നമ്മൾ പറഞ്ഞത് അതായത് ഇവര് ശ്രമിച്ചു ഇവരുടെ അല്ല, അതിപ്പോ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിലൊരു ഭീകരവാദികൾക്ക് താവളം ഒരുക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. അല്ല, വോട്ടിന്റെ ഞാൻ മുമ്പേതാ പറഞ്ഞത്, വോട്ട് കിട്ടും സംഘടിതമാണ് എന്ന് കണ്ടുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ വളരെ കൃത്യമായിട്ട് നിശബ്ദത പാലിക്കുന്നതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്ക് പറയേണ്ടി വരുന്നത്. അതൊക്കെ CPM ശ്രമിച്ചു. ഈ മുസ്ലിം വോട്ട് അല്ല തീവ്ര നിലപാടുള്ളവരുടെ വോട്ട് പലവട്ടം അവരെ കൂട്ടി ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. പക്ഷെ അവർ CPM വോട്ട് ചെയ്യാൻ അവർ തയ്യാറല്ല. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പൊ നിലപാട് വ്യത്യാസം വരുത്തിയത്. ശ്രീത്ത് പറഞ്ഞത് അത് നമ്മള് ആദ്യമായിട്ടേ പറയുന്നുണ്ട്. അപ്പം ഇതിന് ആക്കം കൂട്ടും മറ്റ് സംസ്ഥാനത്തുള്ള നേതാക്കന്മാർ പറയുമ്പോൾ അങ്ങ് ഞങ്ങൾ മതേതര ജനാധിപത്യ സംവിധാനത്തിൽ കൂടി പോകുന്നു എന്ന് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് വ്യക്തത വരുത്തണം. അവർക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം. അത് CPM-ന്റെ അങ്ങനെ തന്നെയാവും, കോൺഗ്രസിന്റെ അങ്ങനെ തന്നെയാവും. അതായത് ഈ തീവ്ര നിലപാടുള്ള PFI-കാരന്റെ
രാഷ്ട്രീയ പാർട്ടിയിലെ SDP അല്ലെങ്കിൽ ലോകം മൊത്തം ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ഹിന്ദുക്കളെ ഏറ്റവും അടുത്ത ബംഗ്ലാദേശിൽ ഉൾപ്പെടെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ഭാഗമാകാൻ, അവരുടെ വോട്ട് മേടിക്കാൻ, അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അവരെ പരസ്പരം തള്ളിപ്പറയാൻ തയ്യാറാവാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ തീവ്ര നിലപാടുള്ളവരെ സംരക്ഷിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്. ഇപ്പൊ ഏറ്റവും അവസാനം അവർ പറയുന്നു, അവരുടെ ഇലക്ഷനുകൾ നടക്കുമ്പോൾ അവർ പ്രകടനം നടത്തുന്നതിനെക്കാട്ടി മുമ്പേ ജമാഅത്ത് ഇസ്ലാമി പ്രകടനം നടത്തുന്നു, SDP-ക്കാരൻ പ്രകടനം നടത്തുന്നു. ഇത് അതിന് വളരെ മൗനാനുവാദം കൊടുക്കുന്നു. അല്ലെങ്കിൽ പ്രകടനം നടത്തണ്ടെന്ന് പറയാനുള്ള കരുത്ത് പോലും കോൺഗ്രസിനില്ല. ഈ നേതാക്കന്മാർ ഞാൻ ഈ പറഞ്ഞ പോലെ 543 സീറ്റ് കിടക്കുമ്പോൾ അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ മുസ്ലിം വോട്ട് കൂടുതലുള്ള സീറ്റാവുന്നു. അപ്പം അതിനകത്ത് ഈ പറയുന്ന തീവ്ര നിലപാട് ഉള്ളവർ അവർക്ക് പറയുന്നത് അവർക്ക് വ്യക്തമായ സ്വാധീനം ഉണ്ടെന്ന് പറയുന്നു. അവരാണ് ജയിപ്പിക്കുന്നതെന്ന് പറയുന്നു. അവർ പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ ആരെങ്കിലും പറയുമ്പോൾ കഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിനെ എതിർത്തിട്ട് കാര്യമൊന്നുമില്ല. തെളിവുകൾ നിരത്തി അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇവർ വ്യക്തത വരുത്തണം അങ്ങനെയല്ലെന്ന്. ഇപ്പൊ അവരുടെ ഓരോ നേതാക്കന്മാരെ പരിശോധിക്കുമ്പോഴും അവരിവരുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും അവസാനം അവരുടെ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള ഇപ്പൊ എല്ലാവരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് കാണുന്ന രാഹുൽ ഗാന്ധി എന്താ പറയാത്തെ? അവർ രണ്ടാമത് വെച്ച പ്രിയങ്ക ഗാന്ധി എങ്ങനെയാ ജയിക്കുന്നത്? അപ്പൊ ആ നിലപാട് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ആ നിലപാടുകൾ തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസിനും അല്ലെങ്കിൽ ഭരണപക്ഷത്തിനും ഉണ്ടായിരുന്നത്. ഭരണപക്ഷം ഇപ്പൊ അതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് അത് തന്നെയാണ്. അതായത് സംഘടിത വോട്ട്, തീവ്ര വോട്ടുകൾ പിടിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ പുറകിൽ തന്നെയാണ്. അതിന്റെ ഭാഗമല്ലാതെ നിൽക്കുന്നതിന് കോൺഗ്രസിന് സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യയിലുടനീളം മാറിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.